ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സുഷ്മിത കിരൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നലെ ജൂൺ 29 നടന്നിട്ടുണ്ടായിരുന്ന WCPO എക്സാമിനേഷന്റെ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ്. ഒട്ടും സമയം കളയേണ്ട. ലെറ്റ്സ് ഗോ ടു ആ വീഡിയോ. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: 1, 5, 14 എന്നീ ശ്രേണിയുടെ പേരെന്താണെന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. ഇത് ഏത് ഗണത്തിൽപ്പെടുന്ന ശ്രേണിയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം തന്നെ കുട്ടികളുടെ കോൺഫിഡൻസ് കളയുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മൾ എന്താണെങ്കിലും ഇതിന്റെ ക്ലാസിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ പഠിക്കുന്നില്ല. എന്തുകൊണ്ടാണ് PSC ഇതുപോലൊരു ചോദ്യം ചോദിച്ചതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് നമുക്ക് ഓപ്ഷൻ A ആണ് കേട്ടോ. സ്തൂപിക ശ്രേണികൾ, പിരമിഡൽ സീരീസ് എന്ന് വിളിക്കും. സ്തൂപിക ശ്രേണികൾക്ക് എക്സാമ്പിൾ ആണ് ഈ കാണുന്ന ശ്രേണി. ഇനി ഇതിന്റെ പ്രത്യേകത എന്താന്ന് നോക്കി. 1 എന്ന് പറയുന്നത് 1ന്റെ കൂടെ എത്ര കൂട്ടണം? 4 കൂട്ടിയാൽ നമുക്ക് 5 കിട്ടും. 5ന്റെ കൂടെ 14 കിട്ടണമെങ്കിലോ 9 കൂട്ടണം. 4 എന്ന് പറഞ്ഞാൽ എന്താ? 2ന്റെ വർഗം. 9 എന്ന് പറഞ്ഞാൽ എന്താ? 3ന്റെ വർഗമാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത സംഖ്യ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 14ന്റെ കൂടെ എത്ര കൂട്ടണം? 2ന്റെ വർഗം, 3ന്റെ വർഗം, അടുത്ത 4ന്റെ വർഗം, 16 കൂട്ടിയാൽ നമുക്ക് അടുത്ത സംഖ്യ കിട്ടും. 14നൂടെ 16 കൂട്ടിക്കോ, 30. അപ്പൊ ഇങ്ങനത്തെ ശ്രേണികളെ എന്ത് വിളിക്കും? സ്തൂപിക ശ്രേണികൾ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. നമ്മുടെ ആൻസർ ഇവിടെ ഏതാണ്? ആൻസർ നമുക്ക് ഓപ്ഷൻ A ആണ്. അടുത്ത ചോദ്യം: 3 സംഖ്യകളുടെ തുക 572. 3 സംഖ്യകളുണ്ട്, 3 പേരുടെ തുക നമ്മുടെ കയ്യിലുണ്ട്. തുക തന്നിട്ടുണ്ടെങ്കിൽ റേഷ്യോ ആക്കി ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. നമ്മൾ അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. നോക്കിക്കേ, 3 നമ്പേഴ്സിനെ ഞാൻ X എന്നും Y എന്നും Z എന്നും വിളിച്ചു. ഇനി ഒന്നാമത്തേത് രണ്ടാമത്തേന്റെ ഇരട്ടിയാണ്. രണ്ടാമത്തെ ആളെ ഞാൻ 1 എന്ന് വിളിച്ചാൽ ആദ്യത്തെ സംഖ്യ ഏതായിരിക്കും? 2 ആയിരിക്കും. രണ്ടാമത്തെ സംഖ്യയുടെ ഇരട്ടിയാണ് ആദ്യത്തെ സംഖ്യ. അപ്പൊ രണ്ടാമത്തെ സംഖ്യ 1 ആണെങ്കിൽ ആദ്യത്തെ സംഖ്യ എത്രയായിരിക്കും? 2 ആയിരിക്കും. ഇവിടെ ഞാൻ 2 എന്നാണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ 4 ആയിരിക്കും. മനസ്സിലായോ? അപ്പം രണ്ടാമത്തെ സംഖ്യയുടെ ഇരട്ടിയാണ് ആദ്യത്തെ സംഖ്യ. സോ 1 എന്നും 2 എന്നും എടുത്തു. ഇനി മൂന്നാമത്തേത് ഒന്നാമത്തേന്റെ 3ൽ 1 ആണ്. ഒന്നാമത്തെ സംഖ്യ ഞാൻ ഇവിടെ ഏതാ എടുത്തേ? 2 എന്നാ എടുത്തേ. അതിന്റെ 3ൽ 1 എന്ന് പറഞ്ഞാൽ 1/3. 3ൽ 1 നമ്മുടെ ഫ്രാക്ഷന്റെ ക്ലാസ്സിൽ നമ്മൾ എടുത്തു പഠിച്ചതാണ്. 3ൽ 1 എന്ന് പറഞ്ഞാൽ 1/3. 3ൽ 2 എന്ന് പറഞ്ഞാൽ 2/3. ഫൈൻ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 2:1:2/3 എന്ന് കിട്ടി. നമുക്ക് ഈ ഫ്രാക്ഷൻ ആയിട്ട് റേഷ്യോ നമ്മൾ എഴുതാറില്ല അല്ലെ. നമുക്ക് എന്ത് ചെയ്യണം? ആ ഫ്രാക്ഷൻ അങ്ങോട്ട് കളയണം. വളരെ സിമ്പിളാ. ഇവിടെ ഒരു 3 വെച്ച് ഗുണിച്ചാൽ ഈ 3ഉം ഈ 3ഉം അങ്ങ് വെട്ടിപ്പോത്തില്ലേ? ഇവിടെ ഞാൻ 3ഉമായിട്ട് ഗുണിച്ചാൽ എല്ലാ റേഷ്യോനെ ഞാൻ എന്ത് ചെയ്യണം? 3ഉമായിട്ട് ഗുണിക്കണം. 3 × 2 6, 3 × 1 3, ഇവിടെ 2. അപ്പൊ 6:3:2 എന്നാണ് നമുക്ക് റേഷ്യോ കിട്ടിയത്. ശരിയല്ലേ? 6:3:2. നമ്മുടെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട് തുക. ഇവര് 3 പേരെയും കൂടെ കൂട്ടുമ്പോൾ ഉള്ള തുക എത്രയാണ്? 572 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണ് എന്ത് ചെയ്താൽ മതി? 2 രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ 6 ഡിവൈഡഡ് ബൈ 3 പേരെയും കൂടെ കൂട്ടുക. 6 3 9 2 11. 6/11 ഇൻറ്റു തുക ചെയ്താൽ നമുക്ക് ഒന്നാമത്തെ ആളുടെ വാല്യൂ കിട്ടും. അതുപോലെ തന്നെ 3/11 ഗുണം 572 ചെയ്താൽ നമുക്ക് രണ്ടാമത്തെ വാല്യൂ കിട്ടും. 2/11 ഗുണം 572 ചെയ്താൽ മൂന്നാമത്തെ വാല്യൂ കിട്ടും. അങ്ങനെ ചെയ്താലും ഒരു പ്രശ്നവും. ഞാനിവിടെ കുറച്ചും കൂടെ സിമ്പിൾ ആക്കാൻ വേണ്ടി ഇവരെ 3 പേരെ അങ്ങ് കൂട്ടാൻ പോവാ. അപ്പൊ നോക്കിക്കേ, ഇവരെ നമുക്ക് നമ്പർ ആക്കി എങ്ങനെ എഴുതാം? 6x എന്ന് എഴുതാം, 3x എന്ന് എഴുതാം, 2x എന്ന് എഴുതാം. ശരിയല്ലേ? അപ്പൊ 6xഉം 3xഉം 2xഉം കൂടെ കൂട്ടിയാൽ, 3 സംഖ്യകളെ കൂട്ടിയാൽ എനിക്ക് എന്ത് കിട്ടും? 572 കിട്ടും. 6 3 9 9 2 11. അപ്പൊ 11x എന്ന് പറയുന്നത് 572 സമമാണ്. 11x 572 ആണെങ്കിൽ എക്സിന്റെ വില കാണാൻ ഈ 11നെ ഇങ്ങോട്ട് വിട്ടാ പോരെ? 11 ഗുണം 5 55 പോയിട്ട് ശിഷ്ടം 2. ആ 2ഉം ഈ 2ഉം കൂടി 22 ആവും. അപ്പൊ എത്രയാ? 11 ഗുണം 2 22. നമ്മുടെ ഉത്തരം എത്ര വന്നു? 52 എന്ന് വന്നു. 52 എന്ന് പറയുന്നത് എക്സിന്റെ വിലയാണ്. അപ്പൊ നമ്മൾ ഈ കണ്ടുപിടിച്ച് വെച്ച എക്സിന്റെ വിലയാണ് 52. ഇനി ഒന്നാമത്തെ വാല്യൂ കിട്ടാൻ 6 ഗുണം 52 ചെയ്യുക. രണ്ടാമത്തെ വാല്യൂ കിട്ടാൻ 3 ഗുണം 52 ചെയ്യുക. മൂന്നാമത്തെ വാല്യൂ കിട്ടാൻ 2 ഗുണം 52 ചെയ്താൽ മതി. ആൻസർ കിട്ടും. നോക്കാം. സോ 6 ഗുണം 2 12, ശിഷ്ടം 1,
6 5 30, 31 31, 312 ആണ് നമ്മുടെ ഒന്നാമത്തെ നമ്പർ. രണ്ടാമത്തെ 1 ഗുണം 2 6, 5 ഗുണം 3 15, 156 നമ്മുടെ സെക്കൻഡ് വാല്യൂ. മൂന്നാമത്തെയോ 2 ഗുണം 2 4, 5 ഗുണം 2 10, 104 ആണ് നമ്മുടെ മൂന്നാമത്തെ വാല്യൂ. ഇനി ഓപ്ഷനിൽ ഇതിൽ ഏതെങ്കിലും വാല്യൂ ഉണ്ടോ നോക്കിയാൽ മതി, ആൻസർ കിട്ടി. ഓപ്ഷൻ നോക്കിക്കേ, ഓപ്ഷൻ ഡി നമുക്ക് തന്നേക്കുന്നത് 104. അപ്പൊ നമ്മുടെ ഉത്തരം ഏതാണ്? 104 ആണ്. ഏതെങ്കിലും ഒരു വാല്യൂ ഇതിനകത്ത് ഉണ്ടോ എന്നാണ് ചോദിച്ചേക്കുന്നത്. 104 ഉണ്ടല്ലോ. സോ നമ്മുടെ ആൻസർ ഇവിടെ ഓപ്ഷൻ ഡി 104. ഫൈൻ. അടുത്ത ചോദ്യം, എ ബി സി എന്നിവർ യഥാക്രമം 20 30 60 ദിവസങ്ങളിൽ ഒരു ജോലി ചെയ്യാൻ കഴിയും. അപ്പൊ നമ്മുടെ ആരൊക്കെയുണ്ട്? എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട് കേട്ടോ. അപ്പൊ 3 പേരും എന്താണ് എടുക്കുന്ന ദിവസം നമുക്ക് തന്നിട്ടുണ്ട്. 20 ദിവസം എടുക്കും, 30 ദിവസം എടുക്കും, 60 ദിവസം എടുക്കും. ദിവസം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ടോട്ടൽ വർക്ക് കാണുക. LCM എടുത്താൽ മതി. നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ വർക്ക് കിട്ടും. ഓക്കെ, തന്നിരിക്കുന്ന ദിവസങ്ങളുടെ എല്ലാം ലസാഗു കണ്ടാൽ നമുക്ക് ടോട്ടൽ വർക്ക് കിട്ടും. ചെയ്യാലോ? LCM എത്ര വരും? 20ന്റെയും 30ന്റെയും 60ന്റെയും ലസാഗു എത്രയായിരിക്കും? എപ്പോഴും LCM കാണാൻ നമുക്ക് 3 വാല്യൂ പോട്ടെ 4 വാല്യൂ, 2-ലധികം വാല്യൂസ് ഉണ്ടെങ്കിൽ ഏറ്റവും വലിയ വാല്യൂ ഏതാ നോക്കുക. ഇവിടെ 60 അല്ലേ വലുത്. ഇനി 20ന്റെ പട്ടികയിൽ 60 വരുമോ നോക്കുക. 60നെ നമുക്ക് 20ഉമായിട്ട് ഹരിക്കാം. ഇരട്ട സംഖ്യകളെല്ലാം 2ഉമായിട്ട് ഹരിക്കാം. അതുകൊണ്ട് 20ന്റെ പട്ടികയിൽ 60 വരും. ഇനി 30ന്റെ പട്ടികയിൽ 60 വരുമോ? വരും. 3 ഗുണം 2 6 ആണെങ്കിൽ 30 ഗുണം 2 60 ആയിരിക്കും. സോ ഈ 2 സംഖ്യകളുടെയും പട്ടികയിൽ 60 എന്നുള്ള നമ്പർ വരും. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ LCM എന്തേ വരത്തുള്ളൂ? 60 തന്നെ വരത്തുള്ളൂ. മനസ്സിലായോ? 3 വാല്യൂസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ 4ഓ 5ഓ എത്രയായിക്കോട്ടെ, ചെറിയ എല്ലാ നമ്പേഴ്സും നോക്കുക. ചെറിയ നമ്പേഴ്സിന്റെ പട്ടികയിൽ ഏറ്റവും വലിയ സംഖ്യ വരുന്നുണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ നിങ്ങളുടെ LCM അത് തന്നെ ആയിരിക്കും. ചെയ്തു നോക്കി സമയം കളയരുത് കേട്ടോ. ഇവിടെ LCM എത്ര വന്നു? 60 എന്ന് വന്നു. നോക്കിക്കേ, LCM 60. ഇനി നമുക്ക് ഓരോരുത്തരുടെയും എന്ത് കണ്ടുപിടിക്കാം? എഫിഷ്യൻസി കണ്ടുപിടിക്കാം. ശരിയല്ലേ? എയുടെയും ബിയുടെയും സിയുടെയും എഫിഷ്യൻസി കാണാം. എഫിഷ്യൻസി അല്ലെങ്കിൽ കാര്യക്ഷമത കാണുന്നത് എങ്ങനെയാ? അവരെടുക്കുന്ന ദിവസവുമായിട്ട് ടോട്ടൽ വർക്കിനെ ഹരിച്ചാൽ മതി. അപ്പൊ 60നെ ഞാൻ എന്ത് ചെയ്തു? 20ഉമായിട്ട് ഹരിക്കണം. അപ്പൊ എനിക്ക് എയുടെ എഫിഷ്യൻസി കിട്ടും. അപ്പൊ 60നെ 20ഉമായിട്ട് ഹരിച്ചാൽ 3. അടുത്തത് ബിയുടെ എഫിഷ്യൻസി കിട്ടാൻ ഞാൻ എന്ത് ചെയ്യണം? 60നെ 30ഉമായിട്ട് ഹരിക്കണം. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? 2 എന്ന് കിട്ടി. അടുത്ത സിയുടെ എഫിഷ്യൻസി കാണാൻ ഞാൻ 60നെ 60ഉമായിട്ട് ഹരിക്കണം. അപ്പൊ എനിക്ക് എഫിഷ്യൻസി 1 എന്ന് കിട്ടി. അതായത് എ ഒരു ദിവസം 3 യൂണിറ്റ് ജോലി ചെയ്തിട്ട് വീട്ടിലോട്ട് പോകും. ബി ഒരു ദിവസം 2 യൂണിറ്റ് ജോലി ചെയ്തിട്ട് വീട്ടിലോട്ട് പോകും. സി ആവട്ടെ ഒരു ദിവസം 1 യൂണിറ്റ് ജോലി ചെയ്തിട്ട് വീട്ടിലോട്ട് പോകും. ഇത്രയും ജോലി അവർ ഒരു ദിവസം ചെയ്യത്തുള്ളൂ. അതാണ് ഈ എഫിഷ്യൻസി കൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഒന്നാമത്തെ ദിവസം എ ഒറ്റയ്ക്കാ ജോലി ചെയ്യുന്നത്. എയുടെ എഫിഷ്യൻസി എത്രയാ? 3. രണ്ടാമത്തെ ദിവസവും എ ഒറ്റയ്ക്കാ ജോലി ചെയ്യുന്നത്. എയുടെ എഫിഷ്യൻസി 3. മൂന്നാമത്തെ ദിവസം ആകുമ്പോൾ ആര് വരും? ബിയും സിയും അവരുടെ കൂടെ കൂടും. അപ്പൊ എയുടെ എഫിഷ്യൻസിയുടെ കൂടെ നമ്മൾ ബിയുടെയും സിയുടെയും എഫിഷ്യൻസി കൂട്ടണം. 3 3 6, 6 3 9, 9 1 10, 10 2 12. അതായത് ഓരോ 3 ദിവസവും 12 യൂണിറ്റ് ജോലി തീരും. ശരിയല്ലേ? 12 യൂണിറ്റ് ജോലി തീരാൻ എത്ര ദിവസം വേണം? 3 ദിവസം വേണം. ശരിയാണല്ലോ? 12 യൂണിറ്റ് ജോലി തീരാൻ 3 ദിവസം വേണം. ഒന്നാമത്തെ ദിവസം 3 യൂണിറ്റ് തീരും. രണ്ടാമത്തെ ദിവസം അടുത്ത 3 യൂണിറ്റ് തീരും. മൂന്നാമത്തെ ദിവസം ആകുമ്പോൾ എത്രയാ? 6 യൂണിറ്റ് അവിടെ തീരും. സോ 12 യൂണിറ്റ് ജോലി തീരാൻ എത്ര ദിവസം? 3 ദിവസം. ടോട്ടൽ നമ്മുടെ കയ്യിൽ എത്ര വർക്കാ ഉള്ളത്? ടോട്ടൽ നമ്മുടെ കയ്യിൽ 60 യൂണിറ്റ് വർക്കുണ്ട്. എത്ര യൂണിറ്റ് കഴിഞ്ഞു? 12 യൂണിറ്റ് കഴിഞ്ഞു. 12നെ 60 ആക്കാൻ എന്ത് ചെയ്യണം? 5ഉമായിട്ട് ഗുണിക്കണം. കണ്ടോ? 12നെ 5ഉമായിട്ട് ഗുണിച്ചാൽ എത്രയാവും? 60 യൂണിറ്റ്. നമുക്ക് ടോട്ടൽ വർക്ക് 60 യൂണിറ്റ്സ് ആണ്. ആകെ 12 യൂണിറ്റിന്റെ കാര്യം നമുക്ക് അറിയുള്ളൂ. അപ്പൊ 12നെ 60 ആക്കാൻ 5ഉമായിട്ട് ഗുണിക്കുക. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? 5ഉമായിട്ട് ഗുണിക്കണം. ഫൈൻ. അപ്പൊ 12 5 60. 60 യൂണിറ്റ് ജോലി തീരാൻ എത്ര ദിവസം എടുക്കും? 3 ഗുണം 5 15 ദിവസം എടുക്കും. കണ്ടോ? നമ്മുടെ ആൻസർ എത്രയാണ്? 15 ദിവസം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നേ.
ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ തന്നെത്താനെ ചെയ്യണേ. നമ്മൾ കാണുമ്പോൾ ഇതെല്ലാം വളരെ സിമ്പിളാന്ന് തോന്നും, ചെയ്ത് വരുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോയി സ്റ്റക്കാവും. അപ്പോൾ എന്താ ചെയ്തേ, ആദ്യം നമ്മൾ എഫിഷ്യൻസി കണ്ടുപിടിച്ചു. എയുടെ എഫിഷ്യൻസി, ബിയുടെ എഫിഷ്യൻസി, സിയുടെ എഫിഷ്യൻസി. നമ്മൾ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് എ 2 ദിവസം എ മാത്രമേ ജോലി ചെയ്യുള്ളൂ, 3-ാം ദിവസം ആകുമ്പോൾ ബിയും സിയും കൂടെ വരും ജോലി ചെയ്യാൻ വേണ്ടി. അങ്ങനെയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് അവർ ആ ടോട്ടൽ വർക്ക് തീർക്കും എന്നാ ചോദിച്ചേക്കുന്നത്. അപ്പൊ 3 ദിവസം കൊണ്ട് എത്ര യൂണിറ്റ് വർക്ക് തീരുമെന്ന് ആദ്യം കണ്ടുപിടിക്കണം. അപ്പൊ 3 3 6, 6 3 9, 9 3 12 യൂണിറ്റ് വർക്കാണ് 3 ദിവസം കൊണ്ട് തീരുന്നത്. നമ്മൾ എന്ത് എഴുതി, 12 യൂണിറ്റ് വർക്ക് 3 ദിവസം കൊണ്ട് തീരും. ടോട്ടൽ നമ്മുടെ കയ്യിൽ എത്ര യൂണിറ്റ് ഉണ്ട്, 60 യൂണിറ്റ് ഉണ്ട്. 12നെ 60 ആക്കാൻ 5 ഗുണിക്കുക, അപ്പൊ അപ്പുറത്തും 5 ഗുണിക്കുക. അപ്പൊ നമുക്ക് 60 യൂണിറ്റ് തീരാൻ എത്ര ദിവസം, 15 ദിവസം. നമ്മുടെ ഉത്തരം 15. അടുത്ത ചോദ്യം നോക്കിക്കേ. 3/4, 1/2, 2/4, അടുത്തത് ഏത്? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ പറയാം. കൂടി പോകുന്ന ഒരു ശ്രേണിയാണ് അല്ലെ. 3/4നെ 1/2 ആക്കാൻ വേണ്ടിയിട്ട് എത്ര കൂട്ടണം, 3/4 തന്നെ കൂട്ടണം. 3/4 1/2. ഇനി 1/2നെ 2/4 ആക്കാനോ, വീണ്ടും അതിനോടൊപ്പം 3/4 കൂട്ടിയാലേ ഉള്ളൂ നമുക്ക് എന്താക്കാവുള്ളൂ, 1/2നെ 2/4 ആക്കാൻ പറ്റുള്ളൂ. സോ 2/4നോടൊപ്പം 3/4 കൂട്ടിക്കേ, 2/4 നമ്മുടെ കയ്യിലുണ്ട്, അതിനോടൊപ്പം 3/4 കൂടെ വരുമ്പോൾ അത് എന്തായിട്ട് മാറും, 3 ആയിട്ട് മാറും. സോ നമ്മുടെ ആൻസർ എത്രയാണ്, 3 ആണ്. ഇനി ഇങ്ങനെ ചിന്തിക്കാൻ പ്രയാസമാണെങ്കിൽ ഈ സംഖ്യേനെ പോയിന്റ് ആക്കി എഴുതിയാൽ മതി. നമ്മുടെ ഫ്രാക്ഷൻസിന്റെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞില്ലേ, 3/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 0.75 ആണ്. അര എന്ന് പറഞ്ഞാൽ എത്രയാ, 0.5. 1ഉം അരയും എത്ര വരും, 1.5. 1.5 കിലോ 1.5 എന്നല്ലേ നമ്മൾ പറയാ. ഇനി 2/4 2.25 ആണ്. കാലെന്ന് പറഞ്ഞാൽ 0.25. 0.75 എന്ന് പറഞ്ഞാൽ 3/4. 0.5 എന്ന് പറഞ്ഞാൽ അര. കാണാതെ അങ്ങ് പഠിച്ചു വെച്ചോണം കേട്ടോ. 0.5, 0.25, 0.75. അടുത്തത് ഇനി ഇവർ തമ്മിലുള്ള വ്യത്യാസം കണ്ടാൽ മതി. നോക്കിക്കേ, 1.5 0.75 കുറച്ചാൽ 0.75. അടുത്തത് 2.25 1.5 കുറച്ചാൽ നമുക്ക് എത്ര വരും, 0.75 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്പർ കിട്ടാൻ ഇതിന്റെ കൂടെ 0.75 കൂട്ടിയാൽ മതി. 0.75 കൂട്ടിക്കോ. 5 5 10, ശിഷ്ടം 1, 7 2 9, 9 1 10, ശിഷ്ടം 1, 2 1 3. കണ്ടോ, 3.00. അതായത് 3 എന്നാണ് നമുക്ക് ഉത്തരം കിട്ടുന്നത്. ഇതുപോലെ നിങ്ങളുടെ മനസ്സിൽ ആലോചിച്ചെത്താൻ പറ്റുന്നില്ലെങ്കിൽ ഇങ്ങനെ ആയാലും ആലോചിക്കുക, ആൻസർ കണ്ടുപിടിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കുക. വളരെ സിമ്പിൾ ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ കുട്ടികൾ ഇത് കാണുമ്പോൾ കുറച്ചൊക്കെ പേടിക്കും, കാരണം ഈ പോയിന്റ് ഒക്കെ വരുന്നതുകൊണ്ടാണ്. സിമ്പിൾ ആയ ഒരു ചോദ്യമാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ബോർഡ് മാസ് റൂൾ അനുസരിച്ച് ഹരണമാണ് ചെയ്യേണ്ടത്, പിന്നെയാണ് ഗുണനം ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഹരിക്കാലോ. ഈ ഹരണത്തിനെ എനിക്ക് 17⁻7.5 ഡിവൈഡഡ് ബൈ 17⁻3.5 ഇങ്ങനെ എഴുതിക്കൂടെ. ഹരിക്കുക എന്നുള്ളതിന്റെ അർത്ഥമാണ് നമ്മൾ ഇതുപോലെ ഒരു ബാർ എഴുതുന്നത്, ശരിയല്ലേ. ഇൻറ്റു 17⁻4.5. ഓക്കെ, ഇതാണ് നമ്മുടെ ചോദ്യം. ഇനി നമ്മൾ ഓൾറെഡി എക്സ്പോണൻസ് പഠിച്ചപ്പോൾ പഠിച്ചതാണ് a⁻m/a⁻n. ഇങ്ങനെ വന്നാൽ a⁻m-n എന്ന് നമുക്ക് എഴുതാം. രണ്ടുപേരുടെ ബേസ് സെയിം ആയിരിക്കണം. ഇവിടെ 17 ആണെങ്കിൽ ഇവിടെയും 17 ആയിരിക്കണം. അപ്പൊ ഇവിടെ a ആയതുകൊണ്ട് ഇവിടെ a. കണ്ടോ, അപ്പൊ ഒരേ ബേസ് ഉള്ള രണ്ട് വ്യത്യസ്ത പവറോ സെയിം പവറോ എന്തോ ആയിക്കോട്ടെ, അങ്ങനത്തെ നമ്പേഴ്സ് ഹരണത്തിൽ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ബേസിനെ കോമൺ ആയിട്ട് എഴുതാം, എന്നിട്ട് പവറുകളെ തമ്മിൽ കുറയ്ക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ആ പ്രോപ്പർട്ടി ഇവിടെ അങ്ങ് യൂസ് ചെയ്ത് കൊടുക്കാമല്ലോ. രണ്ടിടത്തും 17, അപ്പൊ ഞാൻ 17 എന്ന് കോമൺ ആയിട്ട് എഴുതി. ഇനി എന്ത് ചെയ്യണം, പവറുകളെ തമ്മിൽ കുറയ്ക്കുക. 7.5 നിന്നും 3.5 അങ്ങോട്ട് കുറയ്ക്കുക. ഇൻറ്റു 17⁻4.5. 7.5 നിന്ന് 3.5 കുറയ്ക്കാമല്ലോ. 7.5 മൈനസ് 3.5. 5 നിന്ന് 5 പോയാൽ 0. 7 നിന്ന് 3 പോയാൽ 4. 4.0 എന്നാണ് ആൻസർ കിട്ടിയത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, 17⁻4 ഗുണം 17⁻4.5 എന്ന് എഴുതാം. ഫൈൻ. ഇനി രണ്ട് പേര് നമ്മൾ ഓൾറെഡി എക്സ്പോണൻസിലെ അടുത്ത നിയമം എന്താണ്, a⁻m×a⁻n ആണെങ്കിൽ a⁻m+n ആണ്. ഗുണനം വന്നാൽ പവറുകളെ തമ്മിൽ കൂട്ടാം. അപ്പൊ ദേ രണ്ടിടത്തും 17. അപ്പൊ എനിക്ക് കോമൺ ആയിട്ട് എന്ത് എഴുതാം, 17⁻4 + 4.5. 4ഉം 4.5 കൂടെ കൂട്ടി എത്രയാ, 4ഉം 4ഉം 8. 8.5 എന്ന് കിട്ടി. 17⁻8.5.
നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ? ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ 17 എത്ര കിട്ടും? പവറിന്റെ വാല്യൂ എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. പവറിന്റെ വാല്യൂ ഇവിടെ എത്രയാണ്? 8.5. സിമ്പിൾ ആയ ഒരു ചോദ്യമായിരുന്നു കേട്ടോ. ആൻസർ 8.5. അടുത്ത ചോദ്യം, ഓരോ വർഷവും 15% വീതം വേസ്റ്റ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന പഠന റിപ്പോർട്ട് 2020 ഏകദേശം 20 കോടി ടൺ വേസ്റ്റ് ഉണ്ടായെന്നാണ് കണക്കാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 2024 ആകുമ്പോൾ എത്ര ടൺ വേസ്റ്റ് ഉണ്ടാവും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. SCRT ചോദ്യമാണ് കേട്ടോ, കോപ്പി പേസ്റ്റ് ചെയ്തിട്ടതാണ്. അപ്പൊ നോക്കിക്കോ, ഓരോ വർഷവും 15% വീതമാണ് കൂടുന്നത്. അപ്പൊ നമ്മുടെ കയ്യിൽ എത്ര കോടിയുണ്ട്? ഒരു 20 കോടിയുണ്ട് അല്ലെ. 20 കോടി ടൺ വേസ്റ്റുകൾ ഉണ്ടാവുന്നു എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ 4 വർഷത്തെ കണക്കാ ചോദിച്ചേക്കുന്നത്. 2024 ആവുമ്പോഴേക്കും എന്തുമാത്രം ഉണ്ടാവുന്നുണ്ട്? അപ്പൊ 20 കോടി ടൺ. നമ്മൾ ഈ 00 ഒക്കെ ഇട്ടിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് 20 നിട്ടങ്ങ് ചെയ്യാം. അപ്പൊ 20 കോടിനെ ഞാൻ 20 എന്ന് വിളിച്ചു. ഈ 20 കോടിയുടെ 15% ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കുക അല്ലെ. അപ്പൊ 20 കോടിയുടെ 15% കൂടുക എന്ന് പറഞ്ഞാൽ 115/100 കണ്ടുപിടിച്ചാൽ മതി. മനസ്സിലായോ? 20 എന്താണ് 20ന്റെ 15% എന്ന് പറഞ്ഞാൽ എത്രയാ? 15 വെട്ടാലോ. അത് ഈ സീറോയും വെട്ടി. 5 × 3 15, 5 × 2 10. ഈ രണ്ടും പോയി. നമുക്ക് ഉത്തരം എത്ര കിട്ടി? 3 എന്ന് കിട്ടി. ഇനി ഈ 3 എന്ന് പറയുന്നത് എന്താ? 20ന്റെ 15% മാത്രമേ ആയിട്ടുള്ളൂ. ഇനി ഞാൻ 20ന്റെ കൂടെ എന്ത് ചെയ്യണം? ഈ 3 കൂട്ടണം. അപ്പൊ എത്ര? 20ഉം 3ഉം 23. അപ്പൊ ആദ്യത്തെ വർഷം ആവുമ്പം 23 ടണ്ണായിട്ടാണ് മാറുക. അപ്പൊ ഇങ്ങനെ 2 സ്റ്റെപ്പ് ഒഴിവാക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? നേരെ തന്നിരിക്കുന്ന ശതമാനം കൂടുവാണെങ്കിൽ 100നോടൊപ്പം കൂട്ടുക, ഗുണിക്കുക. ഇനി കുറയുവാണെങ്കിൽ 100ൽ നിന്നും കുറയ്ക്കുക, അതങ്ങോട്ട് ഗുണിക്കുക. അപ്പൊ 100ന്റെ കൂടെ 15% കൂട്ടിയപ്പോൾ എത്ര വന്നു? 115/100. ഇത് സോൾവ് ചെയ്താൽ ഒന്നാമത്തെ വർഷത്തെ വേസ്റ്റ് കിട്ടും. എത്ര വർഷത്തെ കാര്യമാണ് ചോദിച്ചേക്കുന്നേ? 4 വർഷത്തെ കാര്യമാണ് ചോദിച്ചേക്കുന്നേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 4 വർഷത്തെ അങ്ങോട്ട് കണ്ടുപിടിക്കാം. ഇച്ചിരി കാൽക്കുലേഷൻ ഉള്ള സമയം എടുക്കുന്ന ചോദ്യമാണ് കേട്ടോ. അപ്പൊ 20 × 115/100, 115/100, 115/100, 115/100. അടുത്തത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? നമുക്ക് എന്ത് ചെയ്യാം? ഇതൊക്കെ ഒന്ന് വെട്ടി ചെറുതാക്കാം അല്ലെ. 20 5 വെച്ച് വെട്ടാം. 5 × 20 100, 5 × 23 115. ഇതും അങ്ങനെ തന്നെ വെട്ടാലോ. 23 തവണ പോവും, 20 തവണ പോവും. ഇത് ഞാൻ വെട്ടുന്നില്ല, നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ആയിട്ട് ക്രോസ് ചെയ്ത് വേണമെങ്കിലും ചെയ്യാം. വേണ്ട, വെട്ടി അങ്ങ് ചെയ്തേക്കാം. നമുക്ക് കാൽക്കുലേഷൻ കുറച്ചുകൂടെ സ്മൂത്ത് ആക്കാം. 20 23 20 23 ഫൈൻ. അപ്പൊ നമുക്ക് 23 × 23 × 23 23 എന്ന് കിട്ടി. ഡിവൈഡഡ് ബൈ 20 20 20 20. ഇവിടെ ഒരു 20 ഉണ്ട്, ഇവിടെ ഒരു 20 ഉണ്ട്. എനിക്ക് എന്ത് ചെയ്യാം? വെട്ടിക്കളയാം. ബാക്കിയുള്ളതിനെ എല്ലാം കൂടെ അങ്ങ് ഗുണിക്കാലോ. 23ന്റെ വർഗം അറിയാമെങ്കിൽ ഡയറക്റ്റ് ആൻസർ എഴുതാം. 23ന്റെ വർഗം എത്രയാണ്? 529 ആണ്. മിസ് 20 വരെയുള്ള വർഗങ്ങളല്ലേ പഠിക്കാൻ പറഞ്ഞുള്ളൂ. മതി, ഒരു കുഴപ്പമില്ല, ഗുണിച്ച് കണ്ടുപിടിച്ചാൽ മതി കേട്ടോ. നമുക്ക് ഓൾറെഡി സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡും അതല്ലാതെ ഡയറക്റ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള മെത്തേഡും ഒക്കെ നമ്മൾ പഠിച്ചതാ. അപ്പൊ ആൻസർ എത്രയാ? 529. അപ്പൊ 23 × 23 529. 23 × 23 529 ഡിവൈഡഡ് ബൈ 2ഉം 2ഉം 4, 4ഉം 2ഉം 8 ഇൻറ്റു 1 2 3 3 0 ഉണ്ട്. അപ്പൊ ഞാൻ എന്താ 8000 എന്നുള്ളതിനെ 8 × 1000 എന്നങ്ങോട്ട് എഴുതി കേട്ടോ. ചെയ്യാനുള്ളൊരു എളുപ്പത്തിന് വേണ്ടി അങ്ങ് എഴുതിയെന്നേ ഉള്ളൂ. കാരണം നമ്മുടെ ആൻസറിനകത്ത് കുത്ത് വരുന്നുണ്ട്. ഡെസിമൽ വരണമെങ്കിൽ താഴെ എന്തെങ്കിലും ഒരു 10ന്റെ മൾട്ടിപ്പിൾസ് ഉണ്ടാവണം. അപ്പൊ ഞാൻ 1000നെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി എഴുതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവരെ തമ്മിൽ അങ്ങോട്ട് ഗുണിക്കാം, 8ഉമായിട്ട് ഹരിക്കാം, ആൻസർ കിട്ടും. അപ്പൊ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു 3 ഡിജിറ്റ് സംഖ്യകളെ വളരെ എളുപ്പത്തിൽ എങ്ങനെ ഗുണിക്കാം. അങ്ങനെയാണ് നമ്മൾ ഗുണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഗുണിക്കാമല്ലോ. ആദ്യം എന്ത് ചെയ്യാം? 2 സൈഡിൽ നിന്നും ഗുണിക്കുക. 9 9 81, ഞാൻ 81 എന്ന് എഴുതി. 5 5 25, ഞാൻ 25 എന്ന് എഴുതി. അടുത്ത സ്റ്റെപ്പ് എന്താ? ക്രോസ് ആയിട്ട് ഗുണിക്കുക. 9ഉം 2ഉം 18 പ്ലസ് 9ഉം 2ഉം 18. 18 18 എത്രയാ? 36. ഞാൻ 36 എന്ന് എഴുതി. ഇതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യുക? ക്രോസ് ആയിട്ട് ഗുണിക്കുക. 5ഉം 2ഉം 10, 5ഉം 2ഉം 10, 10ഉം 10ഉം എത്രയാ? 20. ഞാൻ 20 എന്ന് എഴുതി. ഇനി നടുക്ക് എന്ത് ചെയ്യണം? എല്ലാവരെയും കൂടെ 3 പേരെയും കൂടെ പരസ്പരം ക്രോസ് ആയിട്ട് ഗുണിക്കുക. 5ഉം 9ഉം കൂടെ ഗുണിക്കുക. 5ഉം 9ഉം 45.
5 9 45, 2 2 4. കണ്ടോ? 45 45 90, 90 4 94. നമ്പേഴ്സ് എല്ലാം കിട്ടി. ഇനി എന്ത് ചെയ്താൽ മതി? ഓരോരുത്തരെ ഇറക്കി എഴുതുക. 1. ഇനി 8നെ തൊട്ടിപ്പുറത്തോട്ട് കൊടുത്തു. 36 8 എത്രയാ? 36 10 46. 2 കുറച്ചാൽ 44. പോയിട്ട് ശിഷ്ടം 4. 94 4 98. പോയിട്ട് ശിഷ്ടം 9. 20 9 29. പോയിട്ട് ശിഷ്ടം 2. 25 2 27. അപ്പൊ എത്ര കിട്ടി? 27 98 41 എന്ന് കിട്ടി. ഇനി നമുക്ക് അതിനെ എന്തുമായിട്ട് ഹരിക്കണം? 8 ഹരിക്കണം. സോ നമ്മൾ ഹരിക്കാൻ പോവാണ്. 27 98 41/8 ഗുണം 1000. നോക്കിക്കോ. 8 ഗുണം 1, 8 ഗുണം എത്ര? 27. 8 ഗുണം 3 24. പോയിട്ട് ശിഷ്ടം എത്ര വരും? 24 പോയാൽ പിന്നെ 3 39 എന്ന് കിട്ടി. 8 ഗുണം 4 32. പോയിട്ട് ശിഷ്ടം എത്രയാ? 32 പോയാൽ പിന്നെ 7 അല്ലേ ഉള്ളൂ. ശിഷ്ടം നമുക്ക് 7 എന്നാണ് കിട്ടുന്നത്. അപ്പം 7 8 കൂടെ 78 എന്ന് വായിക്കുക. അപ്പം 8 ഗുണം 9 നമുക്കറിയാം 72 ആണ്. പോയിട്ട് ശിഷ്ടം എത്രയാ? 72. 78 72 പോയി കഴിഞ്ഞാൽ പിന്നെ 6 64 എന്ന് കിട്ടി. 8 ഗുണം 8 64. ഇനി അങ്ങോട്ട് ചെയ്യണ്ട. നമ്മുടെ ഓപ്ഷനിൽ എന്തുണ്ട്? 34.98 എന്നൊരു ആൻസർ ഉണ്ട്. താഴെ 3 0 ആണ്. അപ്പം 3 സംഖ്യ വിട്ടിട്ട് കുത്തിടണം. ഇവിടെ ഒരു 1 കൂടെ വരുന്നുണ്ടല്ലോ. അപ്പം നമുക്ക് എന്താണെങ്കിലും 3 ഡിജിറ്റ്സ് അവിടെ വരും. അപ്പം നമ്മുടെ ആൻസർ എത്ര വന്നു? 34.98 എന്ന് വന്നു. ബാക്കി ചെയ്ത് നോക്കി സമയം കളയണ്ട. 34 കിട്ടിയാൽ തന്നെ അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്ത് നമുക്ക് ആൻസർ മാർക്ക് ചെയ്യാം. പക്ഷെ ഇതിനകത്ത് ഇവയൊന്നുമല്ല എന്നൊരു സാധനം കൂടെ വന്നിട്ടുണ്ട് ഓപ്ഷനകത്ത്. നൺ ഓഫ് ദീസ് വന്നിട്ടുണ്ടെങ്കിൽ കഴിവതും ഫുള്ള് ചെയ്ത് നോക്കിയിട്ട് ആൻസർ ചെയ്താവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ തെറ്റിപ്പോവാനുള്ള സാധ്യതയുണ്ട്. അപ്പം ആൻസർ എത്രയാണ്? 34.98. അടുത്ത ചോദ്യം. ഒരു വശം 2 സെന്റിമീറ്റർ ആയ സമചതുരത്തിന്റെ വികർണം വൃത്തത്തിന്റെ വ്യാസമാണ്. അങ്ങനെയാണെങ്കിൽ വൃത്തത്തിന്റെ ചുറ്റളവ് എത്ര? അപ്പൊ നോക്കിക്കേ, ഒരു വൃത്തമുണ്ട് നമ്മുടെ കയ്യിൽ. ഒരു സമചതുരം നമ്മുടെ കയ്യിലുണ്ട്. എല്ലാ വശവും നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 2 ആണ്. സമചതുരം ഒരു വശം അറിയാമെങ്കിൽ എല്ലാ വശവും 2 ആണ്. ഇനി അതിന്റെ വികർണം വൃത്തത്തിന്റെ വ്യാസമാണ്. വികർണം എന്ന് പറഞ്ഞാൽ എന്താ? ഡയഗണൽ ആണ് അല്ലേ? നമുക്ക് ഓൾറെഡി ഡയഗണൽ കാണാനുള്ള ഇക്വേഷൻ ഒക്കെ അറിയാം. പക്ഷെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ അറിയില്ല, ഓർമ്മയില്ല എന്നുണ്ടെങ്കിലും വളരെ ഈസി ആയിട്ട് ചെയ്യാം. എന്ത് ചെയ്താൽ മതി? എപ്പോഴും നമ്മുടെ സമചതുരം ആയിക്കോട്ടെ ചതുരം ആയിക്കോട്ടെ അതിന്റെ ആംഗിൾ 90 ഡിഗ്രി ആണ്. അപ്പൊ ഇതെന്തുവാ? ഒരു മട്ടത്രികോണം അല്ലേ? മട്ടത്രികോണത്തിന്റെ കർണം കാണാൻ എന്ത് ചെയ്താൽ മതി? സ്ക്വയർ റൂട്ട് ഓഫ് രണ്ടുപേരുടെയും വർഗം എടുത്താൽ കൂട്ടിയാൽ മതി. അപ്പം പാദത്തിന്റെയും ലംബത്തിന്റെയും സ്ക്വയേഴ്സ് വർഗം എടുക്കുക, കൂട്ടുക, വർഗമൂലം കാണുക. നമുക്ക് എന്ത് കിട്ടും? കർണം കിട്ടും. ഹൈപ്പോടെന്യൂസ് റൂൾ നമ്മുടെ മട്ടത്രികോണത്തിന്റെ ഹൈപ്പോടെന്യൂസ് റൂൾ ആണ് കേട്ടോ. അപ്പൊ 2ന്റെ വർഗം 4 പ്ലസ് 2ന്റെ വർഗം 4. അപ്പൊ എത്ര കിട്ടി? √8 എന്ന് കിട്ടി. √8 എന്ന് പറഞ്ഞാൽ എന്തുവാ? 2ന്റെ ക്യൂബാ അല്ലേ? 2 ഗുണം 2 ഗുണം 2. അതല്ലെങ്കിൽ അതിനെ എങ്ങനെ എഴുതാം? 2² × 2 എന്ന് എഴുതാം. സ്ക്വയറും സ്ക്വയർ റൂട്ടും ഒരുമിച്ച് വന്നാൽ രണ്ടും അങ്ങോട്ട് കളഞ്ഞ് നമ്പറിനെ മാത്രമായിട്ട് എഴുതാം. 2 എന്ന് കിട്ടി. ഇനി ഇതിന് സ്ക്വയർ വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പൊ അതിന്റെ റൂട്ട് കളയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ആൻസർ എത്ര വന്നു? 2√2 എന്ന് കിട്ടി. ഈ 2√2 എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ വൃത്തത്തിന്റെ വ്യാസമാണ് കേട്ടോ. വ്യാസം എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ. അപ്പൊ ഡയമീറ്റർ നമുക്ക് എത്ര കിട്ടി? 2√2 എന്ന് കിട്ടി. ഡയമീറ്റർ 2√2 ആണെങ്കിൽ നമ്മുടെ റേഡിയസ് എത്രയായിരിക്കും? ആരം എന്ന് പറയുന്ന എപ്പോഴും ഇതിന്റെ നേർ പകുതി 2/2നെ എന്ത് ചെയ്താൽ മതി? 2√2നെ നമുക്ക് 2 ഹരിക്കാം. ഈ രണ്ടും വെട്ടിപ്പോയി. ആൻസർ എത്ര വന്നു? √2 എന്ന് വന്നു. ഇനി നമ്മളോട് ചുറ്റളവ് കാണാനാണ് പറഞ്ഞേക്കുന്നത്. ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? വൃത്തത്തിന്റെ ചുറ്റളവ് കാണാൻ പറഞ്ഞാൽ, സർക്കംഫറൻസ് കാണാൻ പറഞ്ഞാൽ πr എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി കേട്ടോ. 2πr. അപ്പൊ 2πr എന്ന് പറയുമ്പോൾ ഇവിടെ എന്തൊക്കെയുണ്ട്? 2 ഗുണം π × r. ഇവിടെ എത്രയാ? √2 ആണല്ലേ. അപ്പൊ ഇതെല്ലാം കൂടെ ഗുണിച്ചോ. 2√2π ആണ് നമ്മുടെ ഉത്തരം. കണ്ടോ? ആൻസർ നോക്കാം. ആൻസർ ഇവിടെ ഓപ്ഷൻ സി ആണ്, 2√2π സെന്റിമീറ്റർ. അടുത്ത ചോദ്യം പറഞ്ഞതിന് മുന്നേ ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. പല കുട്ടികളും കമന്റ് ചെയ്യുന്നുണ്ട്, മിസ്റ്റർ സ്പീഡ് കുറച്ച് കൂടുതലാണല്ലോ എന്ന്. സ്പീഡ് സത്യം പറഞ്ഞാൽ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് വീഡിയോ എസ്പെഷ്യലി ഒരു എക്സാം കഴിഞ്ഞ് ഉടനെ ചെയ്യുമ്പോൾ പല കുട്ടികളും നമ്മുടെ സ്റ്റെപ്പ് എവിടെയാണ് തെറ്റിപ്പോയത് എന്നൊക്കെ നോക്കാനാണ് ആ വീഡിയോനെ ആശ്രയിക്കുന്നത് അല്ലേ. പിന്നെ ബാക്കി കുട്ടികളാവട്ടെ അവരൊരു റിവിഷൻ പോലെയാണ് കൂടുതലും ക്വസ്റ്റ്യൻ പേപ്പർ വീഡിയോസിനെ കാണാറുള്ളത്. അപ്പം നമ്മൾ ഓൾറെഡി തിയറി പഠിച്ചതിന് ശേഷം
ശേഷമാണ് ചോദ്യപേപ്പർ ചെയ്യുന്നത്. ഞാൻ ആ ഒരു അനുമാനത്തിലാണ് ഇരിക്കുന്നത് കേട്ടോ. നിങ്ങൾ എക്സാം ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് ഫുൾ പ്രിപ്പയർ ആയതിന് ശേഷമായിരിക്കാം റിവിഷൻ എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പർ വീഡിയോസിനെയൊക്കെ ആശ്രയിക്കുന്നത്. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് കോൺസെപ്റ്റ് അവിടെ അറിയാം. അപ്പം ഞാനത് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് അത് ഒന്നും കൂടെ ഉറയ്ക്കുന്നു. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും അധികമായിട്ട് റിപ്പീറ്റ് ചെയ്യാറ്. എന്നിട്ടും ഞാൻ റിപ്പീറ്റേഷൻ കൂടുതലാണെന്നും കമൻസ് വരാറുണ്ട് കേട്ടോ. അപ്പം അധികമായിട്ട് റിപ്പീറ്റ് ചെയ്യാത്തത് അതുകൊണ്ടാണ്. പിന്നെ എൻ്റെ ക്ലാസ് കാണുന്നത് തീരെ അറിയാത്തൊരു കുട്ടിയാണോ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ പല ക്ലാസ്സുകളിലും എക്സ്പ്ലനേഷൻസ് തരാറുള്ളതും. അതുകൊണ്ടാണ് ഈ 2-3 സ്റ്റെപ്പിലൊക്കെ വീണ്ടും എഴുതിയൊക്കെ ചെയ്യിക്കുന്നത് കേട്ടോ. അല്ലാതെ ഒറ്റ സ്റ്റെപ്പിലൊക്കെ നമുക്ക് ആൻസർ എഴുതാം. നിങ്ങൾക്ക് അത്രയും നന്നായിട്ട് തറവായിട്ട് മനസ്സിലാവട്ടെ എന്ന് ഓർത്തിട്ടാണ്. സ്റ്റിൽ സ്പീഡ് കൂടുതലാണ് ടീച്ചറെ എന്നൊക്കെ പറഞ്ഞുള്ള കമൻറ്റ് കാണാറുണ്ട്. എന്നിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ കുറയ്ക്കാൻ വേണ്ടി. ഇപ്പോൾ ഒരു അനാലിസിസ് വീഡിയോ എന്ന് പറയുന്നത് ഒരു 40 മിനിറ്റിനേക്കാളും കൂടാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടെയാണ്. അപ്പം 20 ചോദ്യം ചെയ്യാൻ 40 മിനിറ്റ് എന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മടിയാവും ആ വീഡിയോ പിന്നെ കാണാനും പഠിക്കാനും. അപ്പം അതുകൊണ്ട് അധികം സമയം വലിച്ചു നീട്ടാതെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒത്തിരി റിപ്പീറ്റ് ചെയ്യാത്തത്. ഫൈൻ. ഇപ്പം അടുത്ത ചോദ്യം നോക്കാം. അടുത്തത് കോഡിംഗ് ഡീകോഡിങ്ങിൽ നിന്ന് വന്ന വളരെ ഈസി ആയിട്ടൊരു ചോദ്യമായിരുന്നു കേട്ടോ. നോക്കിക്കേ, കമ്പ്യൂട്ടർ എന്നതിനെ PMOCRETU എന്ന് കോഡ് ചെയ്താൽ ഡെസിഫർ എന്നുള്ളതിനെ എങ്ങനെ കോഡ് ചെയ്യാം? നോക്കിക്കേ, ഇവിടെ സിയും പിയുമായിട്ട് വല്ല ബന്ധമുണ്ടോ? നമ്മൾ ഓപ്പോസിറ്റ് പെയറുകളും പഠിച്ചു വെച്ചു ഓൾറെഡി. ഓപ്പോസിറ്റ് പെയറുകളും അതുപോലെ തന്നെ നമ്മുടെ കോഡിംഗ് ഡീകോഡിങ്ങിൽ നമ്മൾ ഓരോ നമ്പേഴ്സിനെ കോഡ് ചെയ്യുന്ന നമ്പേഴ്സും എല്ലാം നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പൊ സിയും പിയുമായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. ഓപ്പോസിറ്റ് പെയർ വല്ലതും ആണോ? അല്ല. ഇനി ആറും യുവുമായിട്ടും അങ്ങനെ പ്രത്യേകിച്ച് ബന്ധങ്ങളൊന്നുമില്ല. അപ്പൊ നമുക്ക് ഈ ഓപ്പോസിറ്റ് പെയർ എന്നുള്ള കോൺസെപ്റ്റ് മനസ്സിൽ നിന്ന് എടുത്ത് അങ്ങ് കളയാം. പിന്നെ എന്ത് ചെയ്താൽ മതി? നോക്കിക്കേ, ഇവിടെ ഒരു O ഉണ്ട്, ഇവിടെ O ഉണ്ട്, ഇവിടെ C ഉണ്ട്, ഇവിടെ C ഉണ്ട്, ഇവിടെ R ഉണ്ട്, ഇവിടെ R ഉണ്ട്. അപ്പൊ തന്നിരിക്കുന്ന ആൽഫബറ്റ്സിനെ അവർ എന്ത് ചെയ്തിരിക്കുകയാണ്? മിക്സ് മാച്ച് ചെയ്ത് എഴുതിയിരിക്കുകയാണ്. അപ്പൊ C തൊട്ടങ്ങ് തുടങ്ങിക്കേ, COMP. കണ്ടോ? COMP എന്നുള്ളതിനെ എന്ത് ചെയ്തു? നേരെ തിരിച്ചെഴുതി. UTER. കണ്ടോ? UTERനെ നേരെ എടുത്ത് തിരിച്ചെഴുതി. ഇവിടെ മൊത്തം എത്ര അക്ഷരമുണ്ട്? 8 എണ്ണം ഉണ്ട്. നേരെ നടുക്കുന്ന് മുറിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെഴുതി. ഇത്രേ ചെയ്തുള്ളൂ. ഇവിടെ എത്ര പേരുണ്ട്? 8 പേരുണ്ട്. നേരെ നടുക്കുന്ന് മുറിക്കുക, നേരെ തിരിച്ചെഴുതുക. അപ്പൊ I ആദ്യം വരും, ICED. ഇനി ഇതിനെ തിരിച്ചെഴുതിക്കോ, REHP. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? ICEDREHP. ഓപ്ഷൻ നോക്കാം. ആൻസർ ഓപ്ഷൻ A ആണ് കേട്ടോ. ICEDREHP. ഫൈൻ. അടുത്ത ചോദ്യം. ഓയുടെ അച്ഛനാണ് M. പടം വരയ്ക്കാലോ. ഓയുടെ അച്ഛനാണ് M. അപ്പൊ എമ്മിനെ എന്ത് ചെയ്തു? അച്ഛനാക്കി. ഓനെ താഴോട്ട് വരച്ചു. അച്ഛനാണ്, അമ്മാവനാണ്, ആങ്ങളെയാണ്. ആണുങ്ങളെ എല്ലാം നമ്മൾ സ്ക്വയർ ഇട്ട് വരയ്ക്കും. പെണ്ണുങ്ങൾക്കെല്ലാം നമ്മൾ വട്ടം ഇട്ട് കൊടുക്കും. ഇപ്പൊ O ആണാണോ പെണ്ണാണോ എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഓനെ അങ്ങനെ തന്നെ എഴുതി. അച്ഛനാണ് M. ക്യൂവിന്റെ മകനാണ് P. ക്യൂവിന്റെ മകനാണ് P കേട്ടോ. അപ്പൊ ഞാൻ ക്യൂവിനെ സൈഡിലോട്ട് അങ്ങോട്ട് വരച്ചു. എനിക്ക് ഇവർ തമ്മിലുള്ള ബന്ധമൊന്നും അറിയില്ല. ക്യൂവിനൊരു മോനുണ്ട് P. അത് ഞാൻ കാണിച്ചു. എമ്മിന്റെ സഹോദരനാണ് N. എമ്മിനൊരു സഹോദരനുണ്ട് N. അപ്പൊ ഇവർ രണ്ടുപേരും സഹോദരങ്ങളാണ്. ഞാൻ അതുകൊണ്ട് സിംഗിൾ വരയിട്ട് ഒരേ ജനറേഷനിൽ തന്നെ കാണിക്കണം. അപ്പൊ എമ്മിന്റെ സൈഡിലോട്ട് തന്നെ വേണം വരയ്ക്കാൻ. സഹോദരങ്ങളെ നമ്മൾ ഒരു വരയിട്ടാണ് കാണിക്കുന്നത്. സഹോദരനായതുകൊണ്ട് സ്ക്വയറും വരച്ചു. ഇവിടെ സഹോദരിയാണ് O എന്നാ പറഞ്ഞിരിക്കുന്നത്. പിയുടെ സഹോദരിയാണ് O. P Oയും തമ്മിൽ സഹോദരങ്ങളാവണമെങ്കിൽ ഇവര് തമ്മിൽ എന്താവണം? ഭാര്യയും ഭർത്താവും ആവണ്ടേ? അങ്ങനെയാണെങ്കിലേ ഉള്ളൂ പിയും ഓയും എന്താവുള്ളൂ? സഹോദരങ്ങളാവുള്ളൂ. അപ്പം P എന്ന് പറയുന്നത് ക്യൂവിന്റെ മകനാണ്, O എന്ന് പറയുന്നത് എമ്മിന്റെ മകളാണ്. അങ്ങനെയാണെങ്കിൽ ഇവര് തമ്മിൽ സഹോദരങ്ങളാവണമെങ്കിൽ എമ്മും ക്യൂവും ഭാര്യയും ഭർത്താവും ആയിരിക്കണം. ബന്ധം കിട്ടി. അടുത്തത്, അങ്ങനെയാണെങ്കിൽ എന്നും ക്യൂവും തമ്മിലുള്ള ബന്ധം എന്താണ്? എന്നും ക്യൂവും തമ്മിലുള്ള ബന്ധം, അതായത് ക്യൂവിന്റെ ആരാണ് N? ഇതാണ് ചോദിച്ചേക്കുന്നത്. ക്യൂവിന്റെ N എന്ന് പറയുന്ന ആരാ? ഭർത്താവിന്റെ സഹോദരൻ. ഭർത്താവിന്റെ സഹോദരനെ നമ്മൾ ബ്രദർ ഇൻ ലോ എന്നാ വിളിക്കുക കേട്ടോ. ബ്രദർ ഇൻ ലോ. ബ്രദർ ഇൻ ലോയെ നമ്മൾ മലയാളത്തിലാക്കുമ്പം അളിയൻ എന്ന് വിളിക്കും. കണ്ടോ? അപ്പൊ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി, അളിയനാണ്. ഫൈൻ. ബ്രദർ ഇൻ ലോ ആണ് ആപ്റ്റ് ആയിട്ടുള്ള ഒരു വാക്ക്. മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തതുകൊണ്ട് വരുന്ന ഒരു വ്യത്യാസങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പൊ ഇതുപോലെ പടം വരച്ച് ചെയ്താൽ ഒരിക്കലും നമുക്ക് ഉത്തരം തെറ്റില്ല. ലാസ്റ്റ് ചോദ്യം നോക്കിക്കേ, ഒരു ഇമേജ് ചോദ്യമാണല്ലേ. കുട്ടികളെ തീർച്ചയായിട്ടും വലച്ചൊരു ചോദ്യമായിരിക്കും. ചിലപ്പം വളരെ പെട്ടെന്ന് ആൻസർ കിട്ടിയും കാണും. പക്ഷെ എന്തിരുന്നാലും ഒറ്റ നോട്ടത്തിൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ സ്വല്പം പ്രയാസമാണ്. കാരണം നമ്മൾ ഈ പാറ്റേണിലുള്ള ചോദ്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതാണ് നമ്മുടെ പ്രശ്നം കേട്ടോ. നമ്മൾ സാധാരണ കണ്ടുമടുത്ത ചോദ്യത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കിയാലോ, 10, 12, 15, 20, 27, 38, 51, 68. ഇതിങ്ങനെ കൂടിയല്ലേ പോകുന്നേ?
10ൽ നിന്ന് കൂടി കൂടി ഇവിടെ വരെ വന്നു, ഇവിടെ നിന്ന് താഴോട്ട് വീണ്ടും കൂടി, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വീണ്ടും കൂടി, ഇവിടെ നിന്ന് ഇവിടെ വരെ കൂടി. ഇനി ഇതിന് പോകാൻ സ്ഥലമൊന്നുമില്ല, അത് എങ്ങോട്ടേ പോവുള്ളൂ? അകത്തേക്കേ പോകത്തുള്ളൂ. അപ്പൊ ഈ നമ്പറിൽ നിന്നാണ് നമുക്ക് ബന്ധം കണ്ടുപിടിക്കേണ്ടത്. അതാണ് നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. നമ്പർ ദേ ഇങ്ങനെ കൂടി 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 ഇവിടെ വരെ വന്ന് സ്റ്റക്കായി. പിന്നെ ഇതിനകത്തോട്ട് പോകാന്നൊരു ഓപ്ഷൻ മാത്രമല്ലേ ഉള്ളൂ. ഇനി 10നെ 12 ആക്കാൻ 2 കൂട്ടി, 12നെ 15 ആക്കാൻ 3 കൂട്ടി, 15നെ 20 ആക്കാൻ 5 കൂട്ടി. 2, 3, 5 അത് വരുമ്പോഴേ എന്ത് മനസ്സിലേക്ക് വരണം? പ്രൈം നമ്പേഴ്സ്. പ്രൈം നമ്പേഴ്സ് ആണ് ഇവിടെ കൂട്ടി പോകുന്നതെന്നുള്ളൊരു ധാരണ നമ്മുടെ മനസ്സിലേക്ക് വരണം കേട്ടോ. 2, 3, 5 അടുത്തത് ഏത് വരും? 7 വരും. 20ന്റെ കൂടെ 7 കൂട്ടിയാലാണ് 27. കണ്ടോ? ഇനി 27നെ 38 ആക്കാൻ എന്ത് കൂട്ടണം? 11 കൂട്ടണം. 9 അല്ല കേട്ടോ, 9 പ്രൈം നമ്പർ അല്ല, 11 കൂട്ടണം. 38നെ 51 ആക്കാൻ 13 കൂട്ടണം. 8, 3, 11, 3, 1, 4, 1, 5, 51 കിട്ടി. ഇനി 51നെ 68 ആക്കാൻ എത്ര കൂട്ടണം? 17 കൂട്ടണം. 7, 1, 8, 5, 1, 6, 68. അങ്ങനെയാണെങ്കിൽ അടുത്ത സംഖ്യ കിട്ടാൻ എന്ത് ചെയ്യണം? 68നോടൊപ്പം 17ന് ശേഷം വരുന്ന പ്രൈം നമ്പർ ഏതാണ്? 19. 68ന്റെ കൂടെ 19 കൂട്ടുക. 8, 8, 16, 1, 17. ശിഷ്ടം 1. 6, 1, 7, 7, 1, 8. 87 ആണ് നമ്മുടെ ഉത്തരം. ആൻസർ നോക്കാം. ആൻസർ ഇവിടെ ഓപ്ഷൻ സി 87. അപ്പൊ ഇതിൽ 1-2 ചോദ്യങ്ങൾ എന്താണ് കുറച്ച് പാടായിരുന്നു കേട്ടോ. പാടായിരുന്നു എന്ന് പറയാനുള്ള കാരണം സാധാരണ നമ്മൾ കണ്ടുമടുത്ത ചോദ്യങ്ങളെക്കാളും വ്യത്യസ്തമായ രീതിയിലുള്ള ചോദ്യങ്ങളായിരുന്നു. എസ്പെഷ്യലി ഒന്നാമത്തെ ചോദ്യം ബ്രാഞ്ച് ഓഫ് സീരീസ് ഏതാന്നൊക്കെ ഉള്ള ചോദ്യം ഒരിക്കലും ഒരു WCPO പരീക്ഷ എഴുതുന്ന ഒരു കുട്ടി അറിഞ്ഞിരിക്കണം എന്നൊരു നിർബന്ധവും ഇല്ല. അതുകൊണ്ട് ആ ചോദ്യമൊക്കെ കഴിവതും ഒഴിവാക്കാമായിരുന്നു. ബാക്കിയുള്ള ചോദ്യമൊക്കെ നമ്മൾ റൂട്ടീൻ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ കണ്ടുമടുത്തതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. അപ്പൊ ഇനി അങ്ങോട്ട് വളരെ സർപ്രൈസിങ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണെങ്കിലും പുതിയ പുതിയ ചോദ്യങ്ങളെല്ലാം ചെയ്ത് പഠിക്കുക കേട്ടോ. നമ്മൾ ആ ട്രാക്കിലേക്ക് പോവാന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ PSC നമ്മുടെ ട്രാക്കിലേക്ക് വരണം എന്ന് പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യവും ഇല്ല. അപ്പം എന്താണെങ്കിലും ചോദ്യങ്ങളെല്ലാം ചെയ്യുക. എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റും കൂടെ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തണം കേട്ടോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.